എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ്, സംക്രമമാണ്. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ സ്കോർപ്പിയോ വാങ്ങിയിട്ട് അത് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പൂജിച്ചിട്ടുണ്ടായിട്ട് താക്കോല്. അപ്പോൾ ഏതായാലും ഇന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട് അതും കൂടി ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അമ്മമ്മി നിച്ചൂട്ടി റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ബാ അമ്മമ്മി നിച്ചൂട്ടി റെഡി പോവനിച്ചൂട്ടാ. ചാച്ച വണ്ടി പുറത്തേക്ക് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. നടുക്കൊരമ്പലം അല്ലേ, അമ്പലം ആടെ കൊണ്ടുപോകേണ്ട പോലെ നമ്മളെ അപ്പോൾ നമ്മളിതാ മാടായി പാറക്ക് എത്തിച്ചിട്ടുണ്ടേ. ഏത് അമ്പലത്തിലാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇതാ വടുകുന്ത ശിവക്ഷേത്രമാണ്. മാടായിപ്പാറേൻ്റെ ഇങ്ങേ അറ്റത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വടുകുന്ത ശിവക്ഷേത്രം. ഇവിടത്തേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. ഇനി അകത്തേക്ക് കയറട്ടെ. ഉറങ്ങിയിട്ട് എണീച്ച് അപ്പോൾ നമ്മൾ കയറിയ ഉടനെ തന്നെ വഴിപാട് കൗണ്ടറിൽ വഴിപാടിനുള്ള റെസീറ്റൊക്കെ മുറിച്ച ശേഷം നമുക്ക് അകത്തേക്ക് കയറിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുറിക്കാൻ വേണ്ടി നിന്നതാണ്. വലിയ തിരക്കൊന്നുമില്ല. ഞാൻ വെച്ച് സംക്രമമായതുകൊണ്ട് കുറച്ച് നല്ലോണം തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിനി. പക്ഷേ ഇല്ല, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകൾ വന്ന് പോകുന്നതേ ഉള്ളൂ. ഇതിന് മുന്നേ പോയോന്ന് അറിയില്ല. ചിലപ്പം ദൂരെയുള്ള ആളുകളെല്ലാം ഇതിന് ശേഷം കഴിഞ്ഞിട്ടും അങ്ങനെ വരുമായിരിക്കും. അമ്പലത്തിൽ പോയിട്ട് നല്ല അധികം തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് അമ്പലത്തിൽ പോകാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലേ, നല്ല സുഖമായിരിക്കും. അവിടെ ഇങ്ങനെ ത്രൂ ഔട്ട് ഓം നമ ശിവായ അങ്ങനെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ആകുമ്പോഴേക്കും ഒരു പ്രത്യേക വൈബ്. നമ്മൾ കുറേ നേരം ആ ഒരു പരിസരത്ത് തന്നെ ഇങ്ങനെ നിന്ന് ചിലവഴിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ തൂണുകളെല്ലാം സെറ്റ് ചെയ്തതെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ നാളായി ഈ അമ്പലത്തിൽ പോയിട്ട്, പണ്ട് പോയിട്ടുണ്ട് 1-2 തവണ. പിന്നെ നമ്മൾ വഴിപാട് നെയ്വിളക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ കത്തിച്ചിട്ട് നടയിൽ കാണിച്ച ശേഷം തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവെക്കണം, അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തിച്ചിട്ട് ഞാൻ നടയിൽ കാണിക്കാൻ പോവാന്നേ. അപ്പോൾ നിച്ചൂട്ടി കയ്യിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത്, കെട്ടു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മെല്ലെ പോയിട്ട് കത്തിച്ച് തിരിച്ച് അവിടെ കൊണ്ടുവച്ച്. കുറച്ച് നേരം നമ്മൾ അകത്ത് വെയിറ്റ് ചെയ്ത് നമുക്ക് വണ്ടീൻ്റെ ചാവി പൂജിക്കണമല്ലോ. അപ്പോൾ അവിടെ കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് കിട്ടിയത്. അത്രയും നേരം നമ്മൾ അവിടെ തന്നെ ഇരുന്ന് എന്നിട്ട് പിന്നെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. ഓരോരോ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആരൊക്കെയോ ചിരിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. പിന്നെ അമ്പലത്തിൽ നിന്നാകുമ്പോൾ നമുക്ക് അധികം വർത്തമാനം പറയാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ചിരിച്ചിട്ട് കുറേ പേരെല്ലാം ഇങ്ങനെ പോയിട്ടുണ്ടേ. അപ്പം നമ്മൾ അകത്ത് കയറി തൊഴുത് ഇതാ വണ്ടി ചാവിയെല്ലാം പൂജിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ 1-2 വഴിപാട് കഴിച്ചിന്. അതിൻ്റെ പ്രസാദം അമ്മ വാങ്ങുന്നുണ്ട്. താഴത്തില്ലം ഗുരുദേവസ്ഥാനം. അപ്പം നമ്മൾ വടുകുന്തേന്ന് തൊഴുതി ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ മാടായിക്കാവ് അമ്പലമുണ്ട്. പിടിക്കണേ, ഇറങ്ങല്ല. മാടായിക്കാവ് അല്ലെങ്കിൽ തിരുവർക്കാട്ട് കാവ്, അതിൻ്റെ വേറൊരു പേരാണ്. മാടായിക്കാവ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ അവിടത്തേക്ക് വന്നിട്ടാന്നുള്ളത് ഇവിടെയും കൂടെ കാണിച്ചു തരാം. മാടായിക്കാവിൽ വന്നിട്ടും കുറേ ആയിട്ടാ. ഇത് മാടായിപ്പാറയിൽ നിന്ന് കുറച്ചും കൂടെ ഉള്ളോട്ടേക്ക് പോകണം. നമ്മൾ തിരിച്ച് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്, അതിലൂടെ കയറിയിട്ട് കുറച്ച് ഉള്ളോട്ട് പോകണം. അപ്പോഴാണ് ഈ മാടായിക്കാവ് ക്ഷേത്രം ഉള്ളത് കേട്ടോ. നിങ്ങൾ പോയിട്ടുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ മുന്നേ വന്നിട്ടുണ്ടാവുമായിരിക്കും. കുറേ പേര് ദൂരത്തു നിന്നൊക്കെ വരാറുണ്ട്. നമുക്ക് ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരില്ലേ, കരുവനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിൽ പോകണം എന്നാണ് നമ്മളെ നാട്ടിലെല്ലാം ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അത് വന്ന് പോയവരെല്ലാം ഇവിടെ പോവാറുണ്ട് അമ്പലത്തിലേക്ക്. പിന്നെ ഇവിടുന്ന് പ്രസാദമായിട്ടുണ്ടല്ലോ ചിക്കൻ കിട്ടും. അത് എനിക്ക് തോന്നുന്നു വേറെ എവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു അമ്പലമാണിത്. പക്ഷെ നമ്മൾ പോയ സമയത്ത് നട അടച്ചിട്ടാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് ചന്ദനമൊക്കെ തൊട്ട് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടി. ചന്ദനം ചുവന്ന കുറിയൊക്കെ തൊട്ട് കറുത്ത കുറിയെല്ലാം കിട്ടും ഇവിടുന്ന്. അതൊക്കെ തൊട്ടിട്ട് അങ്ങനെ ഇറങ്ങി. നമ്മൾ പൊതുവേ അമ്പലത്തിൽ പോക്ക് ഭയങ്കര കുറവാണ്. ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോകുന്നുള്ളതേ ഉള്ളൂ. ബാക്കി വീട്ടിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കും. അമ്പലത്തിൽ പോയി അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ശീലം അധികം കുറവാണ്. ഇവിടെ എല്ലാവർക്കും കുറവാണ്. എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ പിന്നെയും ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെല്ലാം പോകാറുണ്ട്. അങ്ങനെ നമ്മൾ മാടായിക്കാവുന്നും തൊഴുതിറങ്ങി. കുറേ പരുന്ത് വെള്ളം കുടിക്കുന്നുണ്ടോ? എത്ര എണ്ണല്ലേ?
അവർക്ക് വെള്ളം കുടിക്കാൻ കൊറേ പരുന്ത്. അവർക്ക് സുഖമായില്ല വെള്ളം കിട്ടാന്നുണ്ട്. ഇവിടെ ഇപ്പം ഇത്ര ചൂടിന് ഈ വെള്ളം പറ്റിയിട്ടില്ലല്ലോ അല്ലേ? എത്ര ചൂടുണ്ട് ഈ ചൂടിന് ഈ വെള്ളം പറ്റിയിട്ടില്ല, അങ്ങനെ തന്നെ നിക്കുന്നില്ലേ? അപ്പൊ നമ്മള് മാടായിക്കാവിലും വടുകുന്നലിലും പോയി തൊഴുതിറങ്ങി. നിച്ചുട്ടി എന്നാ ബഹളാക്കുന്ന കാണാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് നോക്കുവന്നെ. ഹോട്ടലൊന്നും കാര്യമായിട്ട് തുറന്നിട്ടില്ല, വിഷു തലേന്നായോണ്ടാണോന്ന് അറിയില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അറിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. തിന്നണേ, പോയാ പോരാ, കഴിക്കണം കേട്ടോ എന്തെങ്കിലും. രാവിലെ തന്നെ ബിരിയാണി. ചിച്ചുനെന്നാ വേണ്ടേ? രാവിലെ ബിരിയാണി കിട്ടൂലെ കല്ലിപ്പൂച്ചി. മസാല ദോശ വേണോ പത്തല് വേണോ? നമ്മൾ കുറച്ചങ്ങനെ പോയി നോക്കിയപ്പം ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ കയറിയിട്ട് കാര്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് ലേറ്റ് ആയില്ലേ, അതുകൊണ്ടായിരിക്കും. നമ്മൾ മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അച്ഛൻ പത്തൽ ഓർഡർ ചെയ്തു, ബാക്കി നമ്മളെല്ലാവരും മസാല ദോശ ഓർഡർ ചെയ്തത്. നല്ല മസാല ദോശയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. യശോദാസ് കിച്ചൺ എന്നുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. എന്നിട്ട് നേരെ വന്നിട്ട് പഞ്ചായത്ത് എത്തി. പഞ്ചായത്ത് നമ്മൾ വണ്ടി നിർത്തി. എന്തിനാന്ന് വെച്ചാൽ ചട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വിഷുക്കണി വെക്കാൻ വേണ്ടി ചട്ടി വേണമല്ലോ, ഉണ്ണിയപ്പവും അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വേണം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയതാണ്. അമ്മ തലേ ദിവസം അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞു കുറേ ഉണ്ട് അവിടെ നിന്ന്. നമ്മൾ പോയ ഉടനെ തന്നെ അവരോട് പറഞ്ഞു നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, അതുകൊണ്ട് നല്ലത് നോക്കിയിട്ട് നിങ്ങൾ എന്നെ എടുത്ത് തരണേന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എടുത്ത് തന്നോളൂ അപ്പം, അങ്ങനെ മോശമൊന്നും നമ്മൾ തരില്ലപ്പം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് തരികയാണേ. ആ വലിയ ചട്ടിക്ക് ഒരു കുടുക്ക പോലെയുള്ള ചട്ടിയില്ല, അതിന് 130, ഇതിന് ആ ചെറുതിന് 100, അങ്ങനെ എങ്ങനെ ഉണ്ടാകുന്നു കേട്ടോ പ്രൈസ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒരു വലിയ ചട്ടിയും ഒരു കുഞ്ഞി ചട്ടിയും കൂടി എടുത്തു. ഉണ്ണിയപ്പം വെക്കാം, പിന്നെ കുഞ്ഞി ചട്ടി നമുക്ക് പിന്നെ മീൻകറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയെടുത്തതാണ്. പിന്നെ അവിടെ കുഞ്ഞി ചട്ടി ഉണ്ടായിന്, കുഞ്ഞി കുടുക്കകൾ കുറച്ച്, ഇതിൽ കാണുന്ന പോലും വലിപ്പമില്ല. അത് 30 ഉറുപ്പ്യ എങ്ങാണ്ട് ഉണ്ടായിന്. അപ്പോൾ അത് വെറുതെ എടുത്തിട്ട് നിച്ചുട്ടിക്ക് കളിക്കാനെല്ലാം, കുഞ്ഞുമക്കൾക്ക് കളിക്കാനെല്ലാം എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. അതുകൊണ്ട് അതൊന്നെടുത്ത്. പഞ്ചായത്ത് തിരക്കെല്ലാം തുടങ്ങുന്നേ ഉള്ളൂ, വൈകുന്നേരം നമുക്ക് ഇന്ന് നല്ല തിരക്കായിരിക്കും വിഷുത്തലേന്നായതുകൊണ്ട്. നിശ്ചയനൊരു കളിപ്പാട്ടുണ്ട്, കളിപ്പാട്ട സമ്മാനം നമ്മളെ ചട്ടിയാണ്. കുഞ്ഞി ചട്ടി നിശ്ചയനെ കളിക്കാൻ. ഇതണ്ടാ, ഇതാ ഇത് ഇതില് വെള്ളം ഒഴിച്ചിട്ട് ഇലയിലിട്ടിട്ട് നിശ്ചയന് കറിയാക്കി കളിക്കാൻ ചട്ടി. അപ്പൊ നമ്മള് ചട്ടിയെല്ലാം വാങ്ങിച്ചേ വിഷുവിന് കണി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ചട്ടി വാങ്ങി. അമ്മ ഇന്നലെ പറഞ്ഞു പഞ്ചായത്ത് ചട്ടി ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ വരുന്ന വഴിക്ക് അവിടെ നിർത്തിയിട്ട് ചട്ടി വാങ്ങി. പാലക്കാട് എന്നാ സ്ഥലം പറഞ്ഞേ അത് കൊണ്ടുവരുന്നേ? പാലക്കാടും പിന്നെ അച്ഛൻ എന്തോ ചോദിച്ചിട്ടേ കുറ്റിയാട്ടൂരാ, കണ്ണൂർ തന്നെയാ. ആ അവിടുന്ന് പിന്നെ മൊട്ടമ്മൽ ചട്ടി, അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ പാലക്കാട് നിന്നുള്ള വലിയ കുടുക്കയെല്ലാം പാലക്കാട് നിന്ന് പോലും, അപ്പൊ അവിടെ നിന്നുള്ളതാണ്. വിഷുവിന്റെ സമയത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ വെക്കുമല്ലോ, എന്നിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി, അമ്പലത്തിൽ പോയി ചട്ടിയെല്ലാം വാങ്ങി വീട്ടിലെത്തിയേ. ഇനി വേഗം ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റട്ടെ. വിഷു തലേന്ന് അമ്മ എന്താണ് എടുക്കുന്നത്? പപ്പായ വറവിന് മുറിക്കാന്ന് വെച്ച് നമ്മളെ വേറെ വാങ്ങിച്ചൊന്നും എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, നാളെ അതന്നെയല്ലേ നമ്മളാക്കണ്ടേ. പപ്പായ നമുക്ക് വിഷു തലേന്ന് ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് അല്ല, നമ്മള് സ്വന്തം തന്നെ. ഷീജേച്ചി കൊറേ നാളായി കാണാത്ത. പണ്ട് വീഡിയോയിൽ കാണിച്ച പിന്നെ ഷീജേച്ചി വന്നിട്ടില്ല ഇങ്ങോട്ടേക്ക്. ഇന്ന് ഷീജേച്ചി ഉണ്ട് നമ്മളപ്പരം. അതിന് ശേഷം ഇരിക്കാൻ വന്നിനെ ഒന്ന് അല്ലേ, അതിന് ശേഷം ഇരിക്കാൻ പറ്റും വന്നിനെ. ഷീജേച്ചി കുമ്പളം, ഷീജേച്ചിന്റെ സ്പെഷ്യൽ പച്ചടി, ഷീജേച്ചിന്റെ സ്പെഷ്യൽ കുമ്പള പച്ചടിയാണ് ഇന്ന്. അത് വേറെ തന്നെ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ സമയം 4 മണിയായേ. ഞാനും അമ്മയും കൂടെ ഒന്ന് പഞ്ചായത്ത് പോവുമെന്ന്, ചെറിയ ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവുമെന്ന് നടന്നിട്ട് നിച്ചൂട്ടിനെ കൂട്ടിയിട്ടില്ല കേട്ടോ. നിച്ചൂട്ടി വീട്ടിലുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് വരാമല്ലോ, അവളെ കൂട്ടിയാൽ പിന്നെ ഓട്ടോയിലാക്കിയിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വേഗം പോയിട്ട് വരാം. നമ്മൾ ഉത്രാടപ്പാച്ചിൽ എന്നെല്ലാം പറയുന്ന പോലെ വിഷുവിൻ്റെ തലേന്നും നമുക്കൊരു പാച്ചിലുണ്ടാവും അല്ലേ, സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അത് നമുക്ക് മലയാളികൾക്ക് ഒരു സ്പെഷ്യലല്ലോ. വിഷു ഓണം എന്നെല്ലാം പറയുമ്പോൾ സദ്യ ഒരുക്കുക എന്നെല്ലാം പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ അണ്ടർപാസ് ഉണ്ടല്ലോ, അതിന് മേൽപ്പാലം കെട്ടിക്കൊണ്ടിരിക്കുമെന്ന്. ഇതാ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാവുമായിരിക്കും.
ദേ പോയി ഇതാ വന്നു എന്നുള്ള അവസ്ഥയാണ്. ഇതാ നമ്മൾ സാധനം എല്ലാം വാങ്ങിയിട്ട് തിരിച്ച് ഓട്ടോയിൽ വരുന്നതാണ് കേട്ടോ ഇത്. ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനും അമ്മയും തിരിച്ചു വരുമ്പോൾ നിച്ചൂട്ടി കുഴപ്പാക്കുന്നു പറഞ്ഞിട്ട് ഏട്ടൻ വിളിച്ചുകൊണ്ട് വേഗം ഓട്ടോ പിടിച്ചിട്ട് വന്നു. നമ്മളങ്ങനെ വീട്ടിലെത്തിയേ സാനിയയിലാണേ പോയത് പഞ്ചായത്ത്. നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്ന ഷോപ്പിൽ അവിടെ സൂചി കുത്താൻ സ്ഥലമില്ല, അതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരു ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോയതാണ്, എനിക്ക് അതിന് പകരം വേറെ ഡ്രസ്സ് എടുത്തിട്ട് വന്നു. അവിടെ നിന്ന് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ കാണിച്ചു തരേ. ചുട്ടിക്ക് ഇതാ ഈ ഒരു ഉടുപ്പ് എടുത്തേ. ഇങ്ങോട്ടൊക്കെ ആണ്, ഇതിൽ കാണുമ്പോൾ ക്ലിയർ ഇല്ലേ, നല്ല വയലറ്റ് കളറാണ്. ഇതാണ് ഫ്രോക്ക്, പക്ഷെ ഇതൊരു നല്ലൊരു വയലറ്റ് കളറാണ്. ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അതിൻ്റെ കളർ ശരിക്കും. ഇങ്ങനത്തെ ഒരു ഷെയ്ഡിലുള്ള കളറാണ്. നല്ല രസമുണ്ട് കാണാൻ ഈ ഒരു ഫ്രോക്ക്. പിന്നെ ആ പൈസ ടാലി ആക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു നൈറ്റി എടുത്ത്. ഇതാ നമ്മൾ നൈറ്റിയെല്ലാം ഓൾറെഡി എടുത്തതാണ് വിഷുവിന് എനക്കും അമ്മക്കും. പക്ഷെ ആ പൈസ ടാലി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നൈറ്റിയും കൂടി എടുത്തു. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പം പോയിട്ട് എടുത്തത്. വിഷു പ്രമാണിച്ച് ഫുൾ ക്ലീനിങ് ആണേ. പുറത്തെല്ലാം അടിച്ച് തീയിടാൻ വേണ്ടിയിട്ട് അമ്മ റോഡെല്ലാം അടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് തീയിടണം. പുകയാന്ന് നിച്ചൂട്ടി പുകയാന്ന്. അങ്ങോട്ട് പോ, വാവ അങ്ങോട്ട് പോ. അത് അമ്മമ്മ കൊടുക്ക. ഓക്കെ വാവ അങ്ങോട്ട് പോയിക്കോ, പുക വരുന്ന കണ്ണാ. ഇത് അമ്മമ്മക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. വാവ അങ്ങോട്ട് പോയിക്കോ. ഇനി ഞങ്ങളും കഴിഞ്ഞേ. ഇനിയിപ്പം മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാല് നാളത്തേക്കുള്ള പച്ചക്കറി എല്ലാം കട്ട് ചെയ്യണം. അത് രാത്രി ആകുമ്പോഴേക്കും എല്ലാവരും കൂടി ഇരുന്നിട്ട് വേഗം കട്ട് ചെയ്യും. മൊത്തം കുറേ എല്ലാം സെറ്റാക്കി വെക്കണം രാത്രി തന്നെ. രാവിലെ വേഗം കുക്ക് ചെയ്തിട്ട് കഴിയുമല്ലോ. നമുക്ക് വിഷുവിന് ഇവിടെ എല്ലാം നമ്മൾ ചുറ്റിലും കൊടുക്കും ഫുഡെല്ലാം ഈ താത്തമാർക്കെല്ലാം. അതുകൊണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ എല്ലാം ഒരു സെറ്റാക്കൽ ഇന്ന് തന്നെ തീർക്കണം. പിന്നെ കണി ഒരുക്കണം, അത് രാത്രി. അത് ഇവരെ നിച്ചൂട്ടിയെല്ലാം ഉറങ്ങിയ ശേഷം ഞാൻ കണിയെല്ലാം ഒരുക്കാം. അതിൻ്റെ എല്ലാം സാധനങ്ങളെല്ലാം സംഘടിപ്പിച്ച് വെക്കുന്നതേ ഉള്ളൂ. ഇനി അതെല്ലാം ചെയ്യണം. വിഷുവിൻ്റെ തലേന്ന് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ ഓണാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് പൂക്കൾ ഇടണം രാവിലെ. അതിന് കുറേ സമയം പോകും. വിഷു ആകുമ്പോൾ അങ്ങനെ ഒരു സമാധാനമുണ്ട്, അതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ടല്ല. ഞാൻ ഇവിടെ പച്ചക്കറി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വാങ്ങിച്ചതെല്ലാം ഇങ്ങനെ നിരക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ രാത്രി കട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഓരോന്നോരോന്നെടുത്ത് കട്ട് ചെയ്താലോ. ഓരോ കറിക്ക് വേണ്ടുന്ന മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്യാലോ. നിച്ചൂട്ടിയാണ് അമ്മേനെ ഹെൽപ്പ് ചെയ്തേ അല്ലേ പച്ചക്കറി അറേഞ്ച് ചെയ്ത് വെക്കാൻ അല്ലേടാ? എല്ലാം സെറ്റ്. ഇനി രാത്രി ആകുമ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കാം. വിഷുവിൻ്റെ ഓണത്തിൻ്റെയും തലേന്ന് രാത്രി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടാവും കേട്ടോ. അടുക്കളയിൽ ഏട്ടനും അച്ഛനും സാധാരണ അഗിയേട്ടനും തക്കടും കൂടി ഉണ്ടാവലുണ്ടല്ലോ, അവരും ഉണ്ടാവും. ഇപ്രാവശ്യം അവരില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓരോ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവരെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അവരും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആളാകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. അതുകൊണ്ട് അത് മിസ് ചെയ്യുന്നുണ്ട്. മിക്കവാറും പച്ചക്കറി ഏട്ടൻ നല്ല വൃത്തിക്ക് ഫുള്ളായിട്ട് മുറിച്ച് തരും കേട്ടോ. അച്ഛനും മുറിച്ച് തരുത്തുണ്ട്. അപ്പോൾ ഏട്ടൻ പച്ചക്കറി മുറിക്കുന്നുണ്ട്, അമ്മ ഇവിടെ ചെമ്മീൻ നേരെയാക്കുന്നുണ്ട്. അച്ഛനും അപ്പുറത്തുനിന്ന് കുറച്ച് ചെമ്മീൻ നേരെയാക്കുന്നുണ്ട്. കുറച്ചധികം ഞാൻ പറഞ്ഞല്ലോ അപ്പുറം കൊടുക്കേണ്ടതുകൊണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ അത് ചെയ്യുന്നുണ്ട്. പച്ചക്കറി മുഴുവൻ ഏട്ടൻ മുറിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിച്ചൂട്ടി ഇതാ ഓടിച്ചാടി അയിലേ ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോരോ ആളെടുത്ത് പോയിട്ട്. പാവ എൻ്റെ ഏട്ടനാന്നേ ഇന്ന് ഫുൾ അത്രയൊന്നും വേണ്ട, ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വേർക്കൊന്നുമില്ലേ. പട്ടി പണിയെടുപ്പിച്ചു എന്നല്ലോ പറഞ്ഞേ. പട്ടിപ്പണി എന്നല്ല, പട്ടി പണിയെടുപ്പിച്ചു എന്നല്ലോ. എന്റെ മോള് കണ്ടിനല്ലേ, അച്ഛനല്ലേ ഫുള്ള് പണിയെടുത്തേ. പാവല്ലേ, അത്ര പാവല്ലേ ചോ. എല്ലാം സെറ്റായേ. അവിയല് കൂട്ടുകറിക്ക് മുറിക്കാനുണ്ട് അത്ര കേട്ടാ, അത് മാറ്റി വെച്ചിന്. പിന്നെ ഓലൻ സാമ്പാർ എല്ലാം ആയിട്ട് മുറിച്ച് വന്നിട്ടുണ്ടേ. എന്താ കണ്ണൂരുകാരുണ്ടല്ലോ നോൺ വെജ് ഉണ്ടാക്കും സദ്യക്ക്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാൻ മുന്നേയുള്ള വ്ളോഗിലും കുറേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫിഷും ചെമ്മീനെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം സെറ്റാക്കി തന്നു, അച്ഛൻ ആക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം പോയിട്ടൊന്ന് കുളിക്കണം, എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി നേരെയാക്കി വെക്കണം, കണി ഒരുക്കണം. അപ്പം ഏകദേശം ഇതെല്ലാം ഒന്ന് ഓർഡർ ആയിട്ടുണ്ട്. സമയം 9 മണി കഴിഞ്ഞ് 9:15 മറ്റായിട്ടാ. വേഗം പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ, ഇനി വൈകിയാൽ ശരിയാവില്ല. ഒരു 11 മണിയെല്ലാം കഴിയുമ്പോഴേക്കും നിച്ചൂട്ടി ഉറങ്ങിയേ. അപ്പോഴേക്കും ഞാൻ വീണ്ടും വേഗം ഉറക്കിയിട്ട് എണീറ്റ് വന്ന് കണി ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എൻ്റെ എല്ലാം വീട്ടിൽ നാട്ടിലുണ്ടല്ലോ ഈ കണി ഒരുക്കൽ തറവാട്ടിലെല്ലാം ഒരു ലോഡ് സാധനം ഉണ്ടാവും. പൂജാ റൂം നിറച്ചിങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ ചട്ടിയിലും കുടുക്കയിലെല്ലാം ആയിട്ട് വെച്ച് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ഈ കണ്ണൂർ ഇങ്ങോട്ടേക്കൊന്നും അധികം അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ നിച്ചൂട്ടി നല്ല ഉറക്കാന്നേ, ബെഡിൽ ഒന്നും അറിയുന്നില്ല. അപ്പോൾ കണി നമ്മൾ രണ്ടാളതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഒരുക്കുന്നത്. അമ്മ ചെയ്യുന്നതും പിന്നെ ഞാൻ പണ്ടേ ശീലിച്ചതും അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അമ്മ പറഞ്ഞു മോൾ ഇഷ്ടം പോലെ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുപോലെ ഒരുക്കിയിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ധാന്യങ്ങളെല്ലാം വെച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വെച്ച് ഉണ്ണിയപ്പവും ചക്കയും മാങ്ങയും തേങ്ങയും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കണി, കൊന്നപ്പൂവുണ്ട്, അങ്ങനെ എല്ലാം കൂടി ആക്കിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം കണി കൂട്ടുന്നത്. അപ്പോൾ ഇന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് വിളക്കിൽ തിരിയലിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീച്ച ഉടനെ വിളക്ക് കൊളുത്തിയിട്ട് അങ്ങ് കണി കാണാമല്ലോ പുലർച്ചെ. അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പം നാളെ പുലർച്ചെ എണീച്ചിട്ട് കണി കാണണം. അപ്പോൾ ഇന്നത്തെ വിഷു തലേന്ന് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ ഇനി വിഷുവിൻ്റെ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇനി അടുത്ത ദിവസം നമുക്ക് കാണാം.